സ്റ്റാർസ് ഓഫ് ഹ്യൂസ്റ്റൺ 10ാം വാർഷികം മലയാളി അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഹൂസ്റ്റൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രശസ്തമായ നോൺ പ്രോഫിറ്റ് സംഘടനയായ സ്റ്റാർസ് ഓഫ് ഹൂസ്റ്റൺ സംഘടനയുടെ 10ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനം നടത്തി. പ്രസിഡന്റ് വിനയൻ മാത്യു ജനുവരി 25 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഫിൽഫില റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന കിക്ക് ഓഫ് ചടങ്ങിന് മുമ്പായി നടന്ന പ്രസ് മീറ്റിലാണ് പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഹൂസ്റ്റൺ ചാപ്റ്റർ പ്രസ് മീറ്റിന് നേതൃത്വം നൽകി. 2025 മാർച്ച് 14, 15, 16 തീയതികളിൽ നടത്തുന്ന ഈ ടൂർണമെന്റ് ആദ്യമായി അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തപ്പെടുന്ന മലയാളി ക്രിക്കറ്റ് ടൂർണമെന്റായി ചരിത്രത്തിൽ ഇടം പിടിക്കും. അമേരിക്കയിൽ നിന്നുള്ള 16 ടീമുകളും കാനഡയിൽ നിന്നുള്ള 2 ടീമുകളും പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റിന് ഹൂസ്റ്റണിലെ 11 പ്രധാന ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ വേദിയായിരിക്കും. ഇതിനു മുമ്പ് ഞങ്ങളത് ചെയ്തിട്ടില്ല. തീർച്ചയായും ഈ പ്രാവശ്യം അത് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. That's what we ask of you. Thank you. But in addition to that, if you can do it through real media, all kind of media, it will be very good. ഞങ്ങൾ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള പ്ലാനുകളുണ്ട്. ഇയർലി ക്യാമ്പുകൾ വെക്കേഷൻ സമയത്താണ് നമ്മുടെ ഒരു സ്പെഷ്യൽ കോച്ചിനെ നമ്മൾ നോക്കുന്നുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഗെയിം കളിച്ചിട്ടുള്ള ഒരു കോച്ചിനെ നമ്മൾ നോക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. As a part of that, we are rebranding our organization, so that is also underway. The old logo, so we are keeping that same color, and the dark blue outer oval band, the two people out stretching and holding their arms, that we mean that the dark blue outer oval band, so it looks like the two people stretching and holding their arms, so it makes a unity, we mean that they do. Great being here. I wish you the best of luck, and what an amazing opportunity it is to bring about Malayalis throughout the country and the world, and I hope for your continued growth and that this will take off and you'll have bigger, better teams from all over the world. Congratulations. ഈ മത്സരത്തിൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാഷ് അവാർഡും ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടുന്നവർക്ക് അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്ലെയേഴ്സ് ഇതിനകത്ത് വന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. അതുപോലെ തന്നെ ക്യാപ്റ്റൻ മനോജ് കുമാറിനെ കാണുന്നു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു പുതിയ പോസ്റ്റിനെ കിട്ടി നമ്മുടെ ക്യാപ്റ്റനായിട്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ മലയാളികൾ സാധാരണ ഡിസിപ്ലിൻ പാലിക്കാൻ ഇത്തിരി പുറകോട്ടാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം, അത് അഭ്യർത്ഥനയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാവുന്ന കാര്യമാണ്. ഉൾപ്പെടെ ധരിപ്പിക്കുന്നതിൽ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇത് വിജയിയാക്കണം. താങ്ക് യു. നിങ്ങൾക്കുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നടക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സ്റ്റാർസ് ഓഫ് ഹ്യൂസ്റ്റണും അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ IPC വഴിയായിട്ട് എല്ലാവിധ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായി മാറുകയാണ്. മലയാളി T20 ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റ്. പണ്ടൊക്കെ നമ്മൾ 50 ഓവറിന്റെ കളികളായിരുന്നു, ഇപ്പോൾ 20 ഓവർ. കാരണം വലിയ മടുപ്പില്ലാതെ നമുക്ക് കണ്ട് ഏറ്റവും ആസ്വദിച്ച് പോകാവുന്ന കളികളാണ് T20 അല്ലെങ്കിൽ 2020 അത് വരുന്നത്. അങ്ങനെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. താങ്ക് യു. And may this event inspire generations to come. Thank you all. And നമ്മുടെ ഫോമയുടെ ഭാഗത്തുനിന്നും നമുക്ക് എല്ലാ സപ്പോർട്ടും തരാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു. നാഗിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായവും എപ്പോഴും ഉണ്ടായിരിക്കും. I have that has signed up for this tournament. We have from Atlanta, Austin, New Jersey, Chicago, Dallas, Daytona, Edmonton, Houston, New York, Philadelphia, San Antonio, and Toronto, Canada. This is not an easy job for the teams also. They are spending a lot of money to come here to play. So our goal
is to give them the best facilities and help them to show their talent in Houston. For us for 2025. 1, 2, 3. You can see the slogan over here. That's the driven by passion, united for purpose. കൂടിയിരിക്കുന്നത്. സോ ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉത്സവത്തെ, ഈ ഒരു മാമാകത്തെ സമൂഹത്തിലൂടെ എത്തിക്കുക, എത്രയും പെട്ടെന്ന് ഇതൊരു വലിയ വിജയപകരമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ നിങ്ങളെല്ലാം കടന്നു വന്നതിന് ഒരുപാട് നന്ദി. സോ ഒഫീഷ്യൽ ഫസ്റ്റ് കൂപ്പൺ കൈമാറിക്കൊണ്ട് കൂപ്പൺ ഉദ്ഘാടനം നിർവഹിക്കുന്ന ക്രമത്തിലാണ്. Still don't know all the rules, but my husband is a huge fan, and one of my most favorite memories is going to Jamaica and meeting Virat Kohli and taking a selfie with him.